ഇതുപോലെ ഇപ്പൊ വഫാത്തിന്റെ ശേഷമുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഓരോരോ ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ. ഇപ്പൊ അവിടത്തേക്ക് ഫാത്തിഹ ഓതിയിട്ടും യാസീൻ ഓതിയിട്ടും അവിടുത്തെ മൗലിദ് ഓതിയിട്ട് വരെ അനുഭവം ഉണ്ടായത്. ഇപ്പൊ നാദാപുരത്തിന്റെ അടുത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അഷ്റഫ്, അദ്ദേഹത്തിന് ശരീരത്തിലാകെ അസുഖം, അതായത് പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനത്തെ എല്ലാ ധാരാളം, പനിയുണ്ട്, ഇങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടായി. അപ്പോ പിന്നെ നാദാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ എത്രയോ ദിവസം നിന്നിട്ടും ഇയാൾക്ക് യാതൊരു ശിഫാവില്ല. ഒന്ന് പാനൂര് മൂസ മുസ്ലിയാർ അവിടുത്തെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. എന്തിന് അവര് ഇവരോട് പറഞ്ഞു, ഈ അഷ്റഫ് എന്ന് പറഞ്ഞോളൂ, ഇനി സി എം വലുതാന്റെ മൗലൂദ് നന്നായിട്ട് നേർച്ചാക്കിക്കാം, അതൊരാളെ കൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഓദിച്ചെന്നാൽ അതോടുകൂടി സുഖാവുന്നു. അങ്ങനെ അന്ന് വീട്ടിൽ ആ അഷ്റഫ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ച് മൗലൂദ് ഓതിയാണ്. ഫുള്ള് മൗലൂദ് ഓതി, ഒരു ഉസ്താദിനെ വിളിച്ച് കുറെ നേരം ഓതി ഫുള്ള് തീർത്ത് പോയി. അന്ന് രാത്രി ഈ അഷ്റഫ് എന്ന് പറഞ്ഞ ആള് സി എം വലുതാന്റെ സ്വപ്നം കാണാൻ. അയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അയാൾ പറയാണ്, ഇങ്ങനെ ഞാൻ പിന്നെ കുടുംബത്തിനെ വിളിച്ചു പറയും. ഇവർ പറഞ്ഞു മൗലൂദ് നടത്തിയതോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളൊന്നും അയാളോട് പറഞ്ഞിട്ടില്ല. ഇപ്പം വീട്ടിൽ നിന്ന് മൗലൂദൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിന്നെ ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അവർ ചെന്നപ്പോൾ ഇയാൾ പറയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരാളെ സ്വപ്നം കണ്ടു. ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ഷർട്ടൊന്നും ഇടാത്ത വലിയ വെള്ള തുണി എടുത്തിട്ടുള്ള ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ സുഖമില്ലായിട്ടാണ്, രോഗമായിട്ടാണ്. ഇനി നിനക്ക് ആ രോഗമില്ല, എല്ലാം സുഖപ്പെട്ടു, വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാന്നു അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ട, എന്താണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ അന്ന് രാവിലെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഡോക്ടർ വന്ന് പരിശോധിച്ച് ഇയാള് പിന്നെ പ്രഷർ നോക്കുമ്പോൾ കുഴപ്പമില്ല, നോർമലാണ്. പിന്നെ പനി നോക്കുമ്പോൾ പനിയില്ല. അങ്ങനെ ഓരോന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് ധാരാളം. ഡോക്ടറിനെ പെണ്ണോണ്ട് വെട്ടിയിട്ട്, എന്തിനാണ് നിങ്ങൾ ഇവിടെ വെറുതെ നിൽക്കുക, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പേന കൊണ്ട് അയാളെ ഇതൊക്കെ എഴുതിയതിന്റെ മേലെ വരച്ചിട്ട് അയാളെ ഫയലായിട്ട് നിങ്ങൾ പോരെ പോയിക്കോളി എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വാസം, അല്ലാത്തൊരു കളിയാക്കുന്നവർക്ക് അങ്ങനെ കളിയാക്കാം. പോലെ പണിയെടുക്കുക. അതെ, ഓലോലെ പണിയെടുക്കുക. ഞങ്ങളെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏതാണ് ഈ അസർപ്പ്? പച്ചപ്പട അസർപ്പാണോ? ഏത് അസർപ്പാണെങ്കിലും വേണ്ടില്ല. ഈ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് അസുഖം കലശലായി. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, മൗലൂദ് എല്ലിക്കോ എന്നുള്ളത്. ആസ്പത്രിയിലാന്ന് പറഞ്ഞിട്ടോ, അപ്പോൾ ആസ്പത്രി കിടന്നിട്ടാണോ മൗലൂദ് എല്ലിയിട്ടുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും പ്രഷറില്ല, ഷുഗറില്ല, പിന്നെ പനിയില്ല, ജലദോഷമല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ മാറി ഒരു മൗലൂദിലൂടെ എന്നുള്ളതാണ്. മൗലൂദിലൂടെ മാറിയെന്ന് മാത്രമല്ല, ഷർട്ടും കൂടി ഇടാണ്ട് കബർന്ന് നീച്ച് വന്നിട്ടുണ്ട്. ആര്? സി എം ഔലിയക്കാക്ക. ഓക്കെ, എന്നാൽ മുസ്ലിയാരെ, പൊന്നു സഹോദര, എന്തിനു വേണ്ടിയിട്ടാണ് മൈത്ര ഹോസ്പിറ്റലിൽ പോയിട്ട് സി എമ്മിൻ്റെ അടുത്ത ഒരാളാണല്ലോ നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം എന്തിനാണ് ICUയിൽ പോയി കിടന്നത്? ഒരു മൗലൂദ് ചൊല്ലിയാൽ പോരായിരുന്നില്ലേ? അഷ്റഫിന് മൗലൂദ് ചൊല്ലിയാൽ CM മടവൂർ അങ്ങ് കബറിൽ നിന്ന് ഷർട്ട് പോലും ഇടാതെ, എന്തായാലും കബറിൽ ഷർട്ട് ഇട്ടിട്ടല്ല കിടക്കുന്നുണ്ടാവുക, 3 കഷ്ണം തുണിയിലായിരിക്കും, അവിടുന്ന് നീച്ച് വരികയാണ്. അപ്പോൾ അവിടുന്ന് പറയാണ്, എനിക്ക് പനി, ജലദോഷം ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവുക ചീരാപ്പ് എന്നാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ആണക്കൊന്നുമില്ല, ഇജ്ജ് പൊയ്ക്കോ, ഡോക്ടർ അഡ്മിറ്റ് ആക്കിയതാണ്, മൂപ്പര് വന്നിട്ടാണ് ഇജ്ജ് പൊയ്ക്കോ എന്ന് പറയുന്നത്. പൊന്നു സഹോദരന്മാരെ, പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അനിസ്പ്രേ പോലെയാണ്, പൊടി പോലുമില്ല, കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞത്, വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കുള്ളൂ. അന്ധവിശ്വാസവുമായി നടക്കുന്ന ആളുകൾ തന്നെയുള്ളൂ ഇത് വിശ്വസിക്കുക. അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ അന്ത്യദിനത്തിലും അള്ളാഹുവിൻ്റെ കിതാബിലും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലും അള്ളാഹുവിൻ്റെ മലക്കുകളിലും ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസികൾ ഇത് വിശ്വസിക്കൂല. കബറിൽ നിന്ന് ഒരാൾ നീച്ചു നിൽക്കുക, എന്നിട്ട് ഇജ്ജ് പൊയ്ക്കോ എന്ന് പറഞ്ഞിരിക്കുക, എന്നിട്ടോ പോയിട്ടില്ല, ഡോക്ടർ വരുവോളം കാത്തിരുന്നിട്ടുണ്ട്. ഓക്കെ, അതെന്തോട്ടെ, അതൊക്കെ സമ്മതിക്കാം, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെ മറ്റുള്ള ആളുകളിൽ ഇത് പരീക്ഷിക്കാത്തത്? ഇപ്പോൾ ബയാർ തങ്ങളെ അടുത്തേക്ക് പോകാൻ പറയുന്നുണ്ട്, അവിടെ പച്ചവെള്ളം ഊതി കൊടുത്താൽ ക്യാൻസർ മാറുന്നാ പറയണത്. എന്നാൽ പിന്നെ ഈ ബയാർ തങ്ങളെ അടുത്തേക്ക് പോകണോ? കുടിയിലിരുന്നിട്ട് ചൊല്ലിക്കോളി മൗലായ എന്നും പറഞ്ഞിട്ട് ചൊല്ലിയാൽ പോരെ ഔലിയ കാക്കാൻ്റെ മൗലൂദ് CMൻ്റെ? അല്ലെങ്കിൽ അതൊക്കെ അവിടെ നിന്നോട്ടെ, ഓലൊക്കെ പോയിക്കോട്ടെ. ഈ CM തദ്ബീറിലാക്കുന്നു, എന്നെ ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും എന്നെ തദ്ബീറിലാക്കുന്നത്, നിയന്ത്രിക്കുന്നതേ ആരാന്നേ പറഞ്ഞത്? CM മടവൂർ ഔലിയക്കാക്കയാണെന്നാ പറഞ്ഞത് അല്ലേ? അങ്ങനെ പറഞ്ഞ ആള് പിന്നെ എന്തിനെ മൈത്രയിൽ പോയി കിടന്നത്?
എന്തിനാ ഈ ആളുകളൊക്കെ പാടെ ഏറ്റി കൊണ്ടുപോയിട്ട് മൈത്രയിൽ കൊണ്ടുപോയിട്ട് ICUയിൽ ഇട്ടിട്ട് വലിയൊരു മെഡിക്കൽ ടീമിനെ ഇതിന് വെച്ചത്? അമേരിക്കയിലുള്ള ഏതൊരു ഡോക്ടറാണിത് കൺട്രോൾ ചെയ്തിരുന്നതെന്നൊക്കെയാണ് അന്ന് പറയപ്പെട്ടിരുന്നത്. അതിന് ചിലപ്പോൾ 2000 തൊട്ടത്തെ ചിപ്പ് പോലെയാവും, അത് വേറൊരു കാര്യം. എന്തോ ആവട്ടെ, അവിടെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ട് ചെയ്തു. അതൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് അവർക്ക്, അപ്പോൾ അവർ ചെയ്തു. അതിലൊന്നും നമുക്ക് അത്ഭുതപ്പെടാനില്ല. എന്നാൽ എന്തിനാണ് ഇത്രയൊക്കെ ഇടങ്ങേറായത്? ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അതിൻ്റെ തുടക്ക വീഡിയോ ഞാനാട്ടത്, കൊട്ടപ്പുറം സംവാദം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ. അത് ഏകദേശം ആ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥയൊന്നുമല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. എന്തിനെ ഇപ്പം ഇതിനൊക്കെ നിന്നത്? നമ്മളെയും കൊണ്ടൊക്കെ വീഡിയോ ചെയ്യിപ്പിച്ച എന്തിനെ? വീട്ടിലിരുന്നിട്ട് ഒരൊറ്റ മൗലായ CM മടവൂർ ഔലിയക്കാക്കയുടെ പേരിലേക്ക് ഒരൊറ്റ മൗലൂദാണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് മാത്രമല്ല, വേറൊന്നും കൂടി, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഇതിൽ ഈ കഥ വേറൊരു ആള് പറയുന്നുണ്ട്, ഇതാ കണ്ടോളി. നമ്മളെ AP ഉസ്താദ് അന്ന് സേഹുന മരിച്ചപാടാന്ന് AP ഉസ്താദ് മർക്കസ് സമ്മേളനത്തിന് പ്രസംഗിച്ചത് ഞാൻ കേട്ടതാണ്. അപ്പൊ AP ഉസ്താദ് മീനയിൽ വെച്ചിട്ട് നമ്മളെ ഇതില് പിന്നെ അടൂർ സേഖ് ആ കൊല്ലജിന് പോയിട്ടില്ല, കാഴ്ചയിൽ പോയിട്ടില്ല. AP ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്, അല്ലാതെ എൻ്റെ അനുഭവം അല്ലാതെ AP ഉസ്താദ് പറഞ്ഞതാണ്. അപ്പോൾ ഉസ്താദ് അവിടെ മീനയിൽ വെച്ചിട്ട് എത്തിയപ്പോൾ ഉസ്താദിന് ഒരു പനി, ചെറുങ്ങനെ പനിച്ചപ്പോൾ ഉസ്താദ് ഉടനെ മടൂർ സേഖന വിളിച്ചു. അങ്ങനെയാണ്, അള്ളാനെ വിളിക്കൂല. അപ്പൊ ഉസ്താദ് മർക്കസ് സമ്മേളനത്തിന് പറയുന്നത് ആ ലാസ്റ്റ് സമ്മേളനത്തിന് പിന്നെ CM വലിയുള്ളതായി മരിച്ച പാടുള്ള അടുത്ത സമ്മേളനത്തിന് ഉസ്താദ് ആ സമ്മേളനത്തിന്റെ സ്റ്റേജിൽ ഞാൻ കൂടിയായിരുന്നു. ഞാൻ ഒരു സമ്മേളനം ഒഴിവാക്കില്ല. അപ്പൊ ഞാൻ ഉസ്താദിന്റെ ആ പ്രസംഗം സ്വാഭാവികമായിട്ടും വേറെ ഉസ്താദ് AP ഉസ്താദ് പ്രസംഗിച്ചാലേ നമ്മ അങ്ങോട്ട് നീങ്ങും, വെള്ളം കുടിക്കാൻ വരെ നീങ്ങും. അപ്പൊ AP ഉസ്താദ് പ്രസംഗിച്ചത് ആ സ്റ്റേജിൽ വെച്ചിട്ട്, അപ്പൊ അന്ന് മടവൂർ സേഖ് മരിച്ചിട്ട് അടുത്ത സമ്മേളനമായിരുന്നു. അപ്പൊ ആ സമ്മേളനത്തിന് മീനയിൽ വെച്ചിട്ട് ഉസ്താദിന് പോയി. മീനയിൽ വെച്ചിട്ട് ഉസ്താദിന് ചെറുങ്ങനെ പനി വന്നു. അപ്പം ഉസ്താദ് പനി വന്നപ്പോൾ നന്ന വിഷമം വന്നപ്പോൾ ഉസ്താദ് മടവൂർ സേഖിന ഇങ്ങനെ വിളിച്ചു. ഉസ്താദിന്റെ തലയിൽ കൈ വെച്ചിട്ട് വേണ്ടാന്ന് ഉസ്താദ് പറയുന്നത്. ഈ സമ്മേളനം വരെ, ഈ സമ്മേളനത്തിനൊക്കെ ഇപ്പൊ ഏകദേശം 2-3 കൊല്ലായി ഈ ഉസ്താദിനെ ഈ പറഞ്ഞിട്ട് ഇതുവരെ ഒരു ജലദോഷപ്പനി പോലും അതിനുശേഷം എനിക്ക് വന്നിട്ടില്ല. അതിനുശേഷം ഉസ്താദ് പ്രസംഗിക്കുമ്പോ ഒരു 3-4 കൊല്ലായി. മിനയിൽ വെച്ച് കാണുന്ന സമ്മേളനം കഴിഞ്ഞ് മിനയിൽ വെച്ച് ഷെയ്ഖുനാന്റെ തലയെ കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഈ സമ്മേളനം നടക്കുന്ന ആ സമയം വരെ അതിന് ശേഷം ആ സമയം വരെ എനിക്കൊരു ഉസ്താദ് പ്രസംഗിക്കുന്ന ആ സമയം വരെ എനിക്ക് ഇന്ന് വരെ ഒരു ജലദോഷപ്പനി വരെ, ഒരു ജലദോഷം വരെ ഉണ്ടായിട്ടില്ല AP ഉസ്താദ്. AP ഉസ്താദ് അതിലും വലുതൊക്കെ പറഞ്ഞിട്ട് കാക്കേ. മുഹമ്മദ് തളിപ്പറമ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ആ യൂട്യൂബർ ആളുകളുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും കഥ പറയും എന്ന് പറയുമ്പോൾ പറയുന്ന കഥകളാണിത്. ഈ മനുഷ്യൻ CM മടവൂർ എന്ന് പറയുന്ന ഇവരുടെ ഔലിയക്കാക്ക മരിച്ചതിൻ്റെ 8 വർഷമുള്ള ആ ഒരു സമ്മേളനത്തിലാണ് ഈ കഥ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിബോധം കൊണ്ട് വെച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്തേതായാലും മരിക്കണതിൻ്റെ മുമ്പുള്ള സമ്മേളനത്തിൽ പറയാതിരുന്നത്. അങ്ങനെ ചോദിക്കരുത്, അങ്ങനെ പിറ്റേ ചോദിക്കൂല, ചിന്തിക്കൂല. അതാണ് പിറ്റേയുള്ള പ്രശ്നം. ഈ മുഹമ്മദ് തളിപ്പറമ്പിൻ്റെ ഒക്കെ പ്രശ്നം അതാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇതെന്തും പറയാലോ, മരിച്ച മനുഷ്യനെ കുറിച്ച് എന്ത് വേണേലും പറയാലോ. ഇതാണ് സഹോദരന്മാരെ, ഇതിൻ്റെ അപ്പുറം ഇതിൽ വേറെ കഥകളൊന്നുമില്ല. മിനായിൽ നിന്നുകൊണ്ട്, മിന എവിടെയാണ്? അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഈ വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രം. ഒരു അസുഖം വന്ന ആ ആള് CM അബൂബക്കർ മടവൂർ എന്ന് പറയുന്ന ആളുടെ പേരിൽ മൗലൂദ് ചെല്ലുകയോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതുകയോ ദിക്ർ ചെല്ലുകയോ ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് രാത്രി ഷർട്ട് ഇടാതെ വരികയും എന്നിട്ട് അൻ്റെതൊക്കെ മാറ്റിയിരിക്കുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് ഈ പറയുന്ന മുസ്ലിയാർ ഒന്ന് തുമ്മുക ഒന്ന് കുരക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓടി എടുക്കാം, നേരെ ഓടുക ആസ്പത്രിക്ക്, അല്ലേ? ഇവർ ഈ പറഞ്ഞ മൗലൂദ് ചൊല്ലിയിട്ട് കാത്തിരിക്കൂല. ഇത് കേൾക്കുന്ന സാധുക്കൾ എന്ത് ചെയ്യും? ഇതും ചൊല്ലി പറഞ്ഞിരിക്കും. അവസാനം എന്താവും? ഇത് പനിയൊക്കെ കൂടി ടൈഫോയിഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ചക്രശ്വാസം വലിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇത് കെട്ടിയേറ്റിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക. അപ്പം അതിനൊന്നും നിൽക്കാതെ അള്ളാഹിനോട് പറയാം. മിനയിൽ പോയിട്ട് അള്ളാഹുവിൻ്റെ
പ്രഥമ ഭവനമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ പരിസരത്തുള്ള പ്രദേശമാണല്ലോ മിന അല്ലേ? അപ്പോൾ മിന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ് എൻ്റെ പൊന്നര മൂല്യരെ. എന്നിട്ട് അവിടെ അള്ളാഹ്ക്കുള്ളൊരു ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിനയിൽ രാപ്പാർക്കൽ ഹജ്ജിൻ്റെ ഭാഗമാണ്. എന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പനി പിടിച്ചപ്പോൾ മടവൂർ പാപ്പ നിങ്ങൾ ഇങ്ങോട്ട് വരികയെ എൻ്റെ പനി മാറ്റിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു എന്നാണ് പറയണത്. എന്ത് കഥയൊക്കെ നിങ്ങൾ ഈ പറയണത്? ഒരു കഥ പറയുമ്പോൾ അത് ഒരു ചൊറുക്കുള്ള കഥ, വിശ്വസിച്ചിട്ടില്ലെങ്കിലും കേൾക്കാൻ രസമുള്ളൊരു കഥ പറയണ്ടേ അല്ലേ? ഇതെന്നും പറയണതാണ്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുഹമ്മദ് തളിപ്പറമ്പ് എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞ കഥ അദ്ദേഹത്തോട് പറയുവാനുള്ളത്, പിന്നീട് അദ്ദേഹത്തിന് നിങ്ങളുടെ അറിവിൽ പനിയും ജലദോഷമൊന്നും വന്നിട്ടുണ്ടാവില്ല, അതിലേക്കും വലിയ സംഭവങ്ങൾ വന്നു, പ്രഷറും ഷുഗറും ഒക്കെ അടിച്ച് കയറി, എന്നിട്ട് മൈത്രയിലായിരുന്നു. അപ്പോൾ മൈത്ര എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞത് മൈത്ര അല്ല, ഇനി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാലും താലൂക്ക് ആശുപത്രിയിൽ പോയാലും മെഡിക്കൽ കോളേജിൽ പോയാലും അത് പറഞ്ഞുകൊണ്ടിരിക്കും. പോയത് അവിടെയാണ്, അതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രം. ഇൻഷാ അല്ലാ രോഗം വന്ന ചികിത്സിക്കുന്നതിന് മുമ്പും ചികിത്സിക്കുന്നതിന് ശേഷം ഒക്കെ അള്ളാഹുവോട് ചോദിക്കുക, അള്ളാഹുവോട് പറയുക. ഇത് തേട്ടം മാത്രം ആവരുത്. തേട്ടത്തിന് അള്ളാഹുവിൻ്റെ ഉത്തരം കിട്ടിയാൽ അൽഹംദുലില്ലാ ശുക്ർ ചെയ്യുക, കിട്ടിയിട്ടില്ലെങ്കിലും ശുക്ർ ചെയ്യുക. കാര്യം എന്താണ്? ഖൈർ വ ശർരി മിൻ അല്ലാഹി തആല. അത് ഖൈറാണെങ്കിലും ഷെറാണെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, അത്രേ ഉള്ളൂ. അതിനപ്പുറം വിശ്വാസിക്ക് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹുവാണ് നമുക്ക് എല്ലാം നൽകുന്നവൻ. അള്ളാഹുവിനെയാണ് നാം മുറുകെ പിടിക്കേണ്ടത്. അള്ളാഹുവിനെയാണ് നമ്മൾ എപ്പോഴും സ്മരിക്കേണ്ടതും വിളിക്കേണ്ടതും. അതിനപ്പുറം ആരെങ്കിലും പറയുന്നത് അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ വിശ്വാസത്തെ എങ്ങോട്ടാണ് എത്തിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുക എന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.